എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യൻ ആശ്വാസം പ്രാപിക്കുന്ന ഒരിടത്തിലാണ്. നിൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവ് നിന്നെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ബോധ്യം ഈ ആരാധന ആദ്യാന്ത്യങ്ങളിൽ ഇവിടെ ഇരിക്കുന്നവരിലും ഇത് ഓൺലൈനിൽ എപ്പോഴെല്ലാം നിങ്ങൾ കൂടുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾക്ക് ആന്തരികമായി ഉണ്ടാകേണ്ടതാണ്. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് വർദ്ധിച്ച ദൈവസ്നേഹമാണ്. ഉടമ്പടിയുടെ ഇന്ധനം നിങ്ങളുടെ വസ്തുവിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ചുള്ള സ്നേഹമല്ല, അതൊരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയത്തെക്കുറിച്ചാണ് പ്രയോറിറ്റി എങ്കിൽ, പ്രോട്ടോക്കോളെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഒരു നനഞ്ഞ പടക്കം പോലെ ആയിരിക്കും, പൊട്ടത്തില്ല. ഉടമ്പടിയുടെ ഇന്ധനമെന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം രണ്ടായിട്ട് മനുഷ്യരെ തിരിക്കും, സ്വജാതിയരെന്നും വിജാതിയരെന്നും. സുവിശേഷത്തിൽ നല്ല ജാതിയുണ്ട്, പക്ഷെ നിങ്ങൾ പറയുന്ന സമുദായ ജാതിയൊന്നുമല്ല, ദൈവത്തിൻ്റെ ജാതിയും ലോകത്തിൻ്റെ ജാതിയും. മനസ്സിലായില്ലേ? ലോകത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രണ്ട് തരം ജാതിയുണ്ട് സുവിശേഷത്തിൽ. അത് നമ്മൾ പറയുന്ന സമുദായത്തിൻ്റെ ജാതിയല്ല. പിന്നെന്താണ്? ദൈവത്തിൻ്റെ ജാതിയും പിന്നെന്താണ്? ലോകത്തിൻ്റെ ജാതിയും. ഇതിലെവിടെയാണ് നിങ്ങളെന്ന് തീരുമാനിച്ചാൽ മതി. ലോകത്തിൻ്റെ ജാതിയിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആയില്ലല്ലോ ഓഫ് ലെറ്റർ വന്നില്ലല്ലോ, വസ്തു വിൽക്കാൻ ആൾ വന്നില്ലല്ലോ, മക്കളെ കെട്ടിയില്ലല്ലോ, അവർക്ക് കുഞ്ഞുണ്ടായില്ലല്ലോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അപരാധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ ജാതി. ദൈവത്തിൻ്റെ ജാതി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന് വേണ്ടി ജീവിക്കവർ. ഉടമ്പടി സത്യസന്ധമായിട്ട് ചെയ്യുന്നവർ ദൈവമായിട്ടൊരു പ്രത്യേക റിലേഷനിലേക്ക് വരും. ദാറ്റ് മീൻസ് ഒരു സ്വകാര്യ റിലേഷൻസ്. നമുക്ക് ഇപ്പം നമ്മുടെ അമ്മയോട് നമുക്ക് എന്നാ വേണമെങ്കിലും പറയാമല്ലോ, എന്നാൽ ചുടുവെള്ളിത്തരം വേണമെങ്കിലും പറയാം അല്ലേ? ആ ഒരു ബന്ധത്തിലേക്ക് വരും. ആർക്കാണ് മുതൽ മുടക്കാൻ കഴിയുന്നത്? ഈ വിജാതീയ സ്വജാതീയ പക്ഷങ്ങൾ ക്രിസ്തു ഉണ്ടാക്കിയതാണ്. ആരാണ് വിജാതിരെന്ന് ആരാണ് സ്വജാതിരെന്ന് ക്രിസ്തു പറയുന്നുണ്ട്. മത്തായി ശ്രീഹയുടെ സുവിശേഷം 5:47 എടുത്ത്, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒന്ന് പറഞ്ഞേ, സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂവെങ്കിൽ വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ദൈവം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു എന്നൊക്കെ പറയുന്ന ഒരു ഫണ്ടമെൻ്റൽ അൾട്ടിമേറ്റ് അന്ത്യവിധി ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ എല്ലാം ബേസായിട്ടൊരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ മദർ ക്വസ്റ്റ്യൻ എന്താണ്? എവഞ്ചലി, അതായത് ബൈബിൾ ഉയർത്തുന്ന ഒരു മദർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണത്? വിശേഷവിധിയായി പറഞ്ഞേ, വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? എപ്പോഴും ഇൻട്രോസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മുടെ ഉള്ളിൽ ചോദിക്കേണ്ടത് മറ്റ് വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഉടമ്പടിയുടെ ഒരു വിഷയം അതായത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരനാദാവേ, വാഗ്ദാനം തേടണമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കേണ്ട വചനമാണ്
അതായത് അതിൻ്റെ താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം വിശേഷ വിദ്യയായി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് എന്നാ പറയണത്? വിജാതീയരും അങ്ങനെ തന്നെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? അതാണ് പ്രശ്നം. അപ്പോൾ ആരാണ് വിജാതീയര്? അതായത് വിശേഷ വിദ്യയായി ആരെല്ലാം ചെയ്യുന്നില്ല അവരെല്ലാം വിജാതീയരാണ്. ബൈബിളിൻ്റെ ഒരു ലെവൽ കണ്ടില്ലേ? വിശേഷ വിധിയായി ആരെല്ലാം ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ ആരെല്ലാം കമ്മിറ്റഡ് അല്ല, അവരെല്ലാം ബ്രാൻഡഡ് ജെൻറ്റൈൽസ്. ഈ ബ്രാൻഡഡ് ജെൻറ്റൈൽസ് ആണ് ഉടമ്പടി ഓപ്പൺ ആക്കി കിട്ടാത്തത്. എന്നുവെച്ചാൽ നമ്മൾ വിശേഷ നിങ്ങൾ ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് റീഡ് ചെയ്യണം. എന്താണ്? നമ്മൾ വിശേഷ വിധിയായി ചെയ്യുന്നവരെന്താ ചെയ്യണത്? അവരേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, സ്നേഹമാണ്, ദൈവസ്നേഹമാണ് ഉടമ്പടിയുടെ ഇന്ധനം. ദൈവസ്നേഹത്തിനെതിരെ നിൽക്കുന്ന വചനം എന്താണ്? ഭയമാണ്. സ്നേഹത്തിലെ ഭയത്തിന് സ്ഥാനമില്ല. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന. യോഹന്നാൻ 4:18 വായിച്ചോളൂ. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിലെ ഭയത്തിന് ഇടമില്ല. ഈ നിങ്ങൾക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിരിക്കുന്നത്, നിങ്ങളുടെ സ്നേഹത്തിലൊക്കെ ഭയമുണ്ട്. ആ ഒരു താലന്ത് കൊടുത്തവൻ എന്നാ ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിട്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അവൻ കുഴിച്ചിട്ടിരിക്കണം എന്ന് നോക്കിക്കേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ ആരാധന 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 സ്നേഹമേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. മത്തായി 25, 24, 25 തിരുവചനങ്ങൾ. മത്തായി 25, 24 വായിച്ചോളൂ. ഒരു താലന്ത് കിട്ടിയവൻ വന്നു പറഞ്ഞു. ഇത് പറഞ്ഞേ. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു. ഒരു താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് ഞാൻ ഭയപ്പെട്ട്. അവർക്ക് സംഭവിച്ചത് എന്താണ്? ഭയമാണ്. ഭയം കാരണം സുവിശേഷ വേല ചെയ്യാൻ പറ്റണില്ല. നിങ്ങൾക്ക് മടിയൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. മടിയൻ അതായത് മറ്റുള്ളവരെ നല്ലവനും വിശ്വസ്തനും എന്ന് പറഞ്ഞപ്പോഴേ ഇവനെ വിളിക്കണത് എന്താണ്? മടിയനും ദുഷ്ടനും എന്നാണ്. എന്താ വിളിക്കണത്? ദുഷ്ടനും മടിയനുമായ വൃത്തിയ. രണ്ടു തരം മനുഷ്യരാണ് ദൈവത്തിന് മുമ്പിലുള്ളത്. ഒന്ന് നല്ലവനും വിശ്വസ്തനും, രണ്ടാമത്തെ ആരാണ്? ദുഷ്ടനും മടിയനും. ദുഷ്ടനും മടിയനുമായുള്ള വ്യക്തിയാണോ നീ എന്ന് നോക്കണം. നീ മടിയനാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടനായിരിക്കും എന്നാണ് ബൈബിൾ പറയണത്. കളി മാറുവേ. നീ മടിയനാണെങ്കിൽ നിന്റെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോഴും മടി ആയിക്കൊണ്ട് പത്രം നാളെ കൊടുക്കാം, രോഗികളെ നാളെ പോയി കാണാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പോയി കാണാമെന്ന് പറഞ്ഞിരുന്നാൽ ദൈവം നിന്നെ കണക്കാക്കുന്നത് ആരാണ്? അവിശ്വസ്തനാണ്. അവിശ്വസ്തയായിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെ ആരാണ്? ദുഷ്ടനായിട്ടാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടി ചെയ്യാൻ ബേസിക് റൈറ്റ് ഇല്ല. ദുഷ്ടന്മാർ ഉടമ്പടി ചെയ്യേണ്ട കാര്യമില്ല. കാര്യം കിട്ടാത്തത് നിങ്ങൾക്കറിയാമല്ലോ. ദൈവം ഒന്നും ചെയ്യത്തില്ല. അവൻ്റെ താലന്ത് ഇങ്ങോട്ട് എടുക്കാൻ പറയും. കൊടുത്ത ഉടമ്പടി തിരിച്ചെടുക്കും. നിങ്ങളിവിടെയൊക്കെ കെട്ടിത്താത്തിട്ട് പോകാം, പക്ഷേ നിങ്ങളുടെ ഉടമ്പടി ദൈവം തിരിച്ചെടുക്കും. എന്താ കാര്യം? പ്രേക്ഷിത വേലയിൽ ബിഗ് സീറോ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ദുഷ്ടനും മടിയനുമാകാതെ നല്ലവനും വിശ്വസ്തനുമായിക്കൊണ്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കാൻ
ജീവിക്കുവാൻ എനിക്ക് നൽകിയ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ധീരതയോടെ മുന്നേറാൻ അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്യണമേ. കൈയടിച്ചുകൊണ്ട് പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. അപ്പൊ ദൈവസ്നേഹത്തോടെ കൽപ്പിക്കപ്പെട്ടതിനേക്കാൾ കൂടുതൽ വിശേഷവിധിയായി ചെയ്യുന്നവരാണ് ഉടമ്പടി ക്രാക്കാക്കുന്നവരെ, ഉടമ്പടി ഫയറാക്കുന്നവരെ. ഇതിൻ്റെ ടെക്നോളജിയാണ്. ഇത് വളരെ ബുദ്ധിപൂർവ്വം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിഷയമാണ്. ആർക്ക് വേണമെങ്കിലും ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ ഉടമ്പടി പെട്ടെന്ന് ഓപ്പണായിട്ട് കിട്ടും. കാര്യം ഇത് ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിലാണിത് വിഭാവന ചെയ്തിരിക്കുന്നത്. കവനൻ്റ് എന്ന് പറയുന്ന സങ്കല്പം. അത് നിങ്ങൾ ടേക്ക് വേർഡ് ഓഫ് ഗോഡ് ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. കണ്ടില്ലേ? ഇതിലെല്ലാം വെളിവാകണ ദൈവത്തിൻ്റെ ഗൂഢത, മനസ്സിൻ്റെ ഒരു ഒക്കൾട്ട് വേർഡുകളാണിതെല്ലാം. വെച്ച് കഴിഞ്ഞാൽ ഗൂഢസത്യങ്ങളുള്ളതാണ്. അല്ലാതെ കൽപ്പിക്കപ്പെട്ടത് മാത്രമാണ് ചെയ്താൽ അതിനകത്ത് പ്രത്യേകിച്ച് മാഹാത്മ്യമൊന്നുമില്ല. അപ്പം നിങ്ങൾ കല്യാണം കഴിക്കുന്നു, നിങ്ങൾക്ക് മക്കളുണ്ടാകുന്നു, മക്കളെ നിങ്ങളെ പഠിപ്പിക്കുന്നു, അവർക്ക് വേണ്ടി നിങ്ങൾ ഉറക്കം നിൽക്കുന്നു, 12 മണി വരെ അവരുടെ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിക്കുന്നു, രാവിലെ അവരെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നു, പണ്ടിയെ കൊണ്ട് ആക്കുന്നു, തിരിച്ചു കൊണ്ടുവരുന്നവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന സ്വാഭാവികമായ മനുഷ്യപ്രവൃത്തിയാണ്. കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ട ഒരു അമ്മയെന്ന രീതിയിൽ, അപ്പനെന്ന രീതിയിൽ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളാണ്. കൽപ്പിക്കപ്പെട്ട ആ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ചോദിക്കും, ഞാൻ ഭർത്താവിനെ നോക്കണില്ലേ, എൻ്റെ കടമയല്ലേ അത്? ശരിയാണ്, കൽപ്പിക്കപ്പെട്ടതാണത്. എൻ്റെ ഭർത്താവിനെ കിടപ്പ് രോഗിയല്ലേ, അപ്പോൾ ഞാൻ നോക്കുന്നില്ലേ, ഞാൻ തന്നെ വേലയെടുത്ത് കൊണ്ടുവന്ന് ഭർത്താവിന് ഭക്ഷണം കൊടുക്കണില്ലേ, മരുന്നിന് കൊടുക്കണില്ലേ, എല്ലാം ഞാൻ ചെയ്യണില്ലേ? നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇതെല്ലാം കൽപ്പിക്കപ്പെട്ടതാണ്. ഇതെല്ലാം ക്രിസ്തുവിൻ്റെ പേരിലാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ റീഫണ്ട് ചെയ്യും. വേറെ നിങ്ങൾ ആ ഭർത്താവ് എഴുന്നേറ്റ് വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലായിപ്പോവും. മനസ്സിലായില്ലേ? അതായത് ബ്ലെസ്സിങ് ആൻഡ് ഗ്രേസ് വ്യത്യാസമുണ്ട്. ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾക്കറിയാമല്ലോ ഗ്രേസിൻ്റെ കാര്യം. അനുഗ്രഹം ദൈവം ആദ്യം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായതാണ് അനുഗ്രഹം. അതിനുവേണ്ടി എക്സ്ട്രാ ആയിട്ട് ആരും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അത് ആർക്കും കിട്ടും. നിരീശ്വരവാദിക്കും അനുഗ്രഹം കിട്ടും.
അവൻ ജനിച്ചു പോയില്ലേ. അപ്പോൾ ജനിച്ചപ്പോൾ ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, കഴിവ് കൊടുത്തിട്ടുണ്ട്, എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. പക്ഷേ കൃപ എന്ന് പറയണത് വേറെയാണ്. കൃപ എന്ന് പറയുന്നത് പവർ ഓഫ് ഗോഡാണ്. അത് ക്രിസ്തു വഴി ഉണ്ടായതാണ്. അതെപ്പോഴും നാം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വഴി എങ്ങനെയാണ് ഉണ്ടായത്? ക്രിസ്തു വഴി ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്താണ്? യോഹന്നാൻ 1:17. കൃപയും സത്യവുമാകട്ടെ. പറഞ്ഞേ ബിജു, കൃപയും സത്യവുമാകട്ടെ. കൃപയും സത്യവുമാകട്ടെ. യേശു ക്രിസ്തു വഴി ഉണ്ടായി. യേശു ക്രിസ്തു വഴി ഉണ്ടായി. അപ്പൊ യേശു ക്രിസ്തു വഴി ഉണ്ടായതാണ് കൃപ. എങ്ങനെയാണ് ഉണ്ടായത്? അതെപ്പോഴും ഉണ്ടായത് 12:18 അനുസരിച്ചുകൊണ്ടാണ്. ഏത്? മത്തായിയുടെ സുവിശേഷം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മത്തായി 12:18. മത്തായി 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. ഏറ്റു പറഞ്ഞ, ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. എൻ്റെ ദാസൻ. എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പിതാവിന്റെ ആത്മാവിന്റെ പ്രസാദം കിട്ടിയ ആളാണ് ക്രിസ്തു. അതിനാണ് കൃപയെന്ന് പറയുന്നത്. ക്രിസ്തുവിന് അത് എങ്ങനെയാണ് കിട്ടിയത്? അത് ഫിലിപ്പിയർ 2:6 അനുസരിച്ച് കിട്ടിയതാണ്. എന്താണ്? അവൻ പ്രകൃത്യ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി മരണത്തോളവും കുരിശുമരണത്തോളവും തന്നെ താഴ്ത്തി. അതിനാൽ ദൈവം അത്യധികം അവനെ ഉയർത്തി. അങ്ങനെ അത്യധികം ഉയർത്തുന്ന പ്രോസസ്സിനാണ് കൃപയെന്ന് പറയണത്. കൃപ അവൻ്റെ നാമത്തിൻ്റെ തൽഭവമോ തത്സമവുമായി. അതുകൊണ്ട് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൃപ നമ്മളിലേക്ക് വഴിഞ്ഞൊഴുകും. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും, കൃപാപര പ്രവൃത്തികളും, പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃപ ആർജിക്കാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ സംവിധാനത്തിന്റെ ഭാഗമാണ്. കൈയടിച്ച് കർത്താവ് മഹത്വ പ്രവർത്തനങ്ങളിലൂടെ കൃപ കരയേറ്റുവാൻ ആരാധന. കൈയടിച്ചുകൊണ്ട് കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൽ കൃപമതിയേ 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 അളവില്ലാത്തതിൽ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുന്നേ ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുന്നേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യസ് 14:15. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 2 കൊരിന്ത്യസ് 14:15. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൽ കൃപമതിയേ. രാജരാജ രാജാതിരാജ പാടിപ്പുകഴ്ത്തിടുന്നേ ദിനവും വാഴ്ത്തിപ്പുകഴ്ത്തിടുന്നേ. കൃപമതിയേ കൃപമതിയേ അളവില്ലാത്തതിൽ കൃപമതിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 2 കൊരിന്ത്യസ് 4:15. അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴി. പറഞ്ഞേ, അങ്ങനെ കൂടുതൽ 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 ആളുകളിൽ കൃപ കൃപ സമൃദ്ധം ആകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ഇതൊരു പ്രോസസ്സാണ്. കൃപ പരക്കുകയാണ്, ലോകം മുഴുവനും പരക്കുകയാണ്. അതെങ്ങനെയാണ്? കൂടുതൽ ആളുകളിലേക്ക് കൃപ സ്വീകരിച്ചവരെ കൃപ കൈമാറുകയാണ് ചെയ്യണത്. കൃപ സ്വീകരിച്ചവർ കൃപ കൈമാറുകയാണ് ചെയ്യണമെന്ന് പറയുമ്പോൾ 2 കൊരിന്ത്യസ് 4:15. കൃപ സ്വീകരിച്ചവർ, നിങ്ങളെല്ലാവരും ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? എന്താ സ്വീകരിക്കണത്?
കൃപയാണ് സ്വീകരിക്കണത്. അല്ലാതെ മാളെ കെട്ടിച്ച് കൊച്ചുണ്ടായി വീട് കിട്ടുമെന്നൊക്കെ പറയരുത്. അതൊക്കെ ഇതിൻ്റെ കൃപയുടെ ഇഫക്റ്റായിട്ട് ബ്ലെസ്സിങ്സ് ആൻഡ് ഫിസിക്കൽ ഫേവേഴ്സാണ്. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയാണ് സ്വീകരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി നേരിട്ട് സ്വീകരിക്കാനുള്ള ദൈവിക സംവിധാനത്തിൻ്റെ പേരാണ് കവനൻ്റ് ഉടമ്പടി. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി. അവൻ പറയുന്നത് ചെയ്തിടുവിൻ, ജീവിതം ധന്യമായി. ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന പഠിക്കേണ്ട വചനമാണ് റോമ 15:16. ടേക്ക് ദ ബെഡ് ഓഫ് റോമ 15:16. ശ്രദ്ധിക്കട്ടെ. റോമ 15:16. ദൈവത്തിന്റെ കൃപ, പറഞ്ഞ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൃപ എന്താ ചെയ്യണത്? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യമാണിത്. അതായത് ദൈവത്തിന്റെ കൃപ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്തിനാണ്? വിജാതിയർക്ക് വേണ്ടി. റീഡ് ഇറ്റ് അഗൈൻ. ദൈവത്തിന്റെ കൃപ എന്നെ വിജാതിയർക്ക് വേണ്ടി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ഉടമ്പടി ചെയ്യണത് ഇതാണ്. എന്താണ്? വിജാതിയർക്ക് വേണ്ടി. വിജാതിയർ എന്ന് പറയുന്നത് എന്താണ്? സമുദായത്തിൻ്റെ ജാതിയല്ല, മറിച്ച് വിശേഷ വിധിയായി ചെയ്യുന്നത്. കൽപ്പിക്കപ്പെട്ടതിന് ശേഷം അതിനേക്കാൾ ഉപരി ചെയ്യുന്ന ആൾക്കാരാണ് സ്വജാതികളെന്ന് പറയുന്നത്. സ്വർഗത്തിൻ്റെ ജാതികൾ. സ്വജാതികളെന്ന് പറഞ്ഞാൽ ആരാണ്? സ്വന്തം സമുദായത്തിൻ്റെ ജാതിയല്ല, സ്വർഗത്തിൻ്റെ ജാതികൾ. വിജാതികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ലോകത്തിൻ്റെ ജാതികൾ. അവരുടെ കാര്യത്തിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥനയും ദൈവത്തെ പോലെ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ തീരുമാനമെടുക്കണം. എന്താണ്? ഉടമ്പടിയിലുള്ളവരിൽ നിന്ന് വിശേഷ വിദ്യയായിട്ടാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, നീ തന്ന കൃപ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി ജനങ്ങളിലേക്ക് നിന്നെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിച്ചേ. കർത്താവേ, നീ തന്ന കൃപ വിശേഷ കൈമാറ്റത്തിനാണ്. അത് വിശേഷ വിധിയായി മറ്റവരെക്കാൾ ഉപരി കൃപയുടെ ഫലങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ സുവിശേഷത്തിന് ക്രിസ്തുവിന് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ നിങ്ങൾ വിഷയത്തിലേക്ക് തിരിച്ചു വരണം. എന്താ കാര്യം? അതായത് ജ്ഞാനസ്നാനപ്പെടാതെ തന്നെ ഒരാൾക്ക് ക്രിസ്തുവിൻ്റെ സന്ദേശം സ്വീകരിക്കാൻ പറ്റും. അതല്ലേ ഇപ്പോൾ നമ്മൾ ഉടമ്പടിയിലൂടെ കാണുന്നത്. അതിൽ ഞാൻ ആദ്യമേ ഉടമ്പടി ചെയ്തപ്പോൾ തന്നെ ഈശോ പറഞ്ഞു, ദിസ് ഈസ് നോട്ട് കൺവെർട്ടിങ് എനിബഡി. ഇതൊന്നും മതപരിവർത്തനത്തിനുള്ളതല്ല, മറിച്ച് എന്താണ്? മനുഷ്യനെ സാന്ത്വനപ്പെടുത്താനും സഹായിക്കാനും ഉള്ളതാണ്. ആരെല്ലാം വേദനപ്പെട്ട് വരുന്നുവോ അവന് ക്രിസ്തുവിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന സുവിശേഷം നിന്നോട് ആവശ്യപ്പെടുന്നത് എന്താണ്? വിശേഷ വിധിയായി. നീ ഇന്നലെ ജീവിച്ച പോലെ നിൻ്റെ വയറ് നിൻ്റെ വായെന്ന് പറഞ്ഞ് ജീവിക്കരുത്, മറിച്ച് മറ്റുള്ളവരെ കൂടി കരുതണം. മറ്റുള്ളവരെ കരുതി ജീവിച്ചാൽ ആ ഉടമ്പടി എപ്പോഴും തീയാകണതും വേഗണതും അങ്ങനെയാണ്. മറ്റുള്ളവരെ കരുതി ജീവിക്കാൻ. അപ്പം നിനക്ക് ഈ അനുഗ്രഹം തന്നാൽ എന്ത് പ്രയോജനമെന്ന് ദൈവം ചിന്തിച്ചാൽ, ദൈവത്തിന് മാർക്കില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ദൈവം വിജാതിയായിട്ട് കാണും. ചിലപ്പോൾ നീ കത്തോലിക്കയായിരിക്കും, പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ നീ വിജാതിയാണ്. അവിടെ പ്രശ്നം. ഒരു കത്തോലിക്കയും ക്രിസ്ത്യാനിയും ജീവിതത്തിൽ വിജാതിയരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ പറയുന്ന വിജാതിയർ സ്വജാതികളായിട്ട് മാറാനും സാധ്യതയുണ്ട്. കാര്യം എന്താണ്? കയ്യിരിപ്പ് പോലെ ഇരിക്കും കാര്യങ്ങൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സുവിശേഷം സ്വീകരിച്ച് മറ്റുള്ളവർക്ക് കൈമാറുവാൻ
കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനകത്തൊരു കോമ്പറ്റീഷൻ നല്ലതാണ്. കോമ്പറ്റീഷൻ, അതായത് മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. അത് മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് IELTS പാസ്സായ PSC പാസ്സായ റാങ്ക് കിട്ടിയ അവർക്ക് അവിടെ കല്യാണം നടന്നാൽ ഞാനും കൂട്ടുകാരിയും ഒരുമിച്ചാണല്ലോ പോയി ഉടമ്പടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്ന് എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത്. അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളെ വെച്ച് മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയണ്ടേ? അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത്? 1 കൊരിന്ത്യൻസിന്റെ 15:10 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 15:10. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. അതായത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഒന്നിനു വായിച്ചേ മറ്റെല്ലാവരെയും ആദ്യം മുതലേ ഞാൻ എന്തായിരിക്കുന്നു നിങ്ങൾ പറഞ്ഞേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. പണിപാളി പെട്രോൾ പോലെയാണെന്നാ പറയണേ. സാധനം ആവിയായി പോകുന്ന കൃപ. മറ്റേ മടിയൻ ഒന്നുകൊണ്ടേ കുഴിച്ചിട്ടില്ലേ? അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ ഫലവത്താകാതിരിക്കാം. കൃപ ശോഷിച്ചു പോകും. പെട്രോൾ വെയിലത്ത് ആവിയാകണ പോലെ നിങ്ങൾക്ക് ഇട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഒന്നുകൂടി വായിച്ച വചനം 1 കൊരിന്ത്യൻസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. അപ്പൊ ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്താണ്? കൃപയുടെ അധ്വാനങ്ങളിലെ എന്ത് ചെയ്യണം? മറ്റുള്ളവരെക്കാൾ ഞാൻ മുന്നിലായിരിക്കണം. ഇതൊരു കോമ്പറ്റീഷനാണ്. കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം. കാര്യം അത് ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങളെ വെച്ച് ദൈവത്തെ അളന്നാൽ മന്ന പെറുക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും. മന്ന ദൈവം കൊടുത്ത കാലമില്ല. അതാണ് ഭൗതിക അനുഗ്രഹം. മന്ന കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത്? ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരുമൊക്കെ കൊട്ടയും കൊണ്ട് നടന്ന് മൊത്തം പെറുക്കിയെടുത്ത്. അപ്പോൾ വിധവകളുണ്ടായി, ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി, അവരും പെറുക്കി. അവസാനം എന്താ പറ്റിയിരിക്കണത്? കൂടുതൽ പെറുക്കിയ ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി. അന്നുള്ള ആഹാരം മാത്രം. ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതൊക്കെ കൂടുതൽ നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും ബലഹീനതയിൽ ബലമേറി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേറി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. പുറപ്പാട് 16, 19, 20 തിരുവചനങ്ങൾ. പുറപ്പാട് 16 അധ്യായം 19, 20 വാക്യങ്ങൾ.
മോശ അവരോട് പറഞ്ഞു, ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത്. എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല. ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു. അത് പുഴുത്തു മോശമായി. അതായത് ഇതിൻ്റെ പ്രശ്നം ഇതാണ് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത്. പുഴുത്ത അനുഭവം ഉണ്ടാകുന്ന അർത്ഥം മനസ്സിലായില്ല, നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത്? മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു, ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ. നിത്യത വരെ നിലനിൽക്കണ അധ്വാനം എന്ന് പറയണത് ഫലമെന്ന് പറഞ്ഞാൽ കൃപയുടെ അധ്വാനമാണ്. നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഒന്നും ഉണ്ടാകത്തില്ല, നമുക്കറിയാം അല്ലേ. നമ്മൾ സീറോ ആയിട്ട് പോവുകയും ചെയ്യും. നമ്മൾ ഉണ്ടാക്കി വെച്ച് മരുമക്കളെയൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരച്ച ദൂരക്കളയും. ഈ പിശാച് നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചെങ്കിൽ ഈ ഇടിയും ഞങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് അമ്മനെ പിശാചെന്ന് വിളിക്കുകയും ചെയ്യും. എല്ലാം പൊഴുത്തു പോകും. തമസല്ല, എത്ര കോടതിയാണ് കേസ് കിടക്കണം അപ്പനും അമ്മയുടെ കാലം. നിങ്ങളിങ്ങനെ ഇടി ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല, ഇനി വിൽപ്പത്രം എഴുതിയെന്ന് വെച്ചോ. ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത്? അപ്പൻ വിൽപ്പത്രം എഴുതി, അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൂമിയുടെ കാലത്ത്, ആയുസിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തല്ലാനും കോടതി കയറാനും വക്കീൽമാർക്കും ജഡ്ജിമാർക്കും കൊടുക്കാനായില്ലേ? ഇതാണ് വിഷയം. പുഴുത്തു പോയെന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ ആദ്യം മനസ്സിലായില്ല, പുഴുത്തു പോകും. അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട്, സ്വർഗത്തിനെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക. പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ? വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? നിങ്ങളുടെ മുൻഗണന എന്തിനാണ്? ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം വെച്ചാൽ ദൈവം പറയും, ആദ്യം നിങ്ങൾ എന്തിനു മുൻഗണന കൊടുക്കണം? ആ ദൈവരാജ്യത്തിന്. ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ്? ഒരു ഹെവൻ, അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട്. അതിന് നിങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ ഇടയായ നിങ്ങൾ ശരിയാകും, ഉടമ്പടി ഓക്കെ ആവും. കിങ്ഡം ഓഫ് ഗോഡിൻ്റെ പ്രോട്ടോക്കോള്. ഇപ്പോഴത്തെ പ്രോട്ടോക്കോളിൽ ഞാൻ കുവൈറ്റിൽ ധ്യാനിപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ സെറ്റിങ്സ് തെറ്റിക്കിടക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രോട്ടോക്കോൾ തെറ്റിയിരിക്കുകയാണ്. അവർ പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം, ലോകരാജ്യത്തിന് വേണ്ടിയാണ്. അതാണ് പ്രശ്നം. മറ്റുള്ളവരെക്കാൾ, അങ്കിളിനേക്കാൾ, ആൻറ്റിയേക്കാൾ, നാട്ടിലുള്ളവരെക്കാൾ, അയൽവാസിയേക്കാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് വരുതി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് പറയണത്, എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ പ്രോട്ടോക്കോൾ 6:33 പ്രോട്ടോക്കോൾ എന്താണ്? മത്തായി ശ്രീകാട് സുവിശേഷം വായിച്ചോളൂ. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും പറഞ്ഞ് നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിന്റെ നീതിയും കുറിച്ച് അന്വേഷിക്കുക. ബാക്കിയുള്ളത് അതായത് എന്താ? ടെമ്പറാലിറ്റീസ്, നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അതെന്താണ്? അതെല്ലാം ചേർത്ത് നൽകും. അപ്പോൾ നമ്മളെന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളും പ്രയോറിറ്റിയും ഉണ്ട്. പക്ഷേ ജഡിക മനുഷ്യന് ഇത് ബോധ്യപ്പെടത്തില്ല. അതുകൊണ്ട് അവനെപ്പോഴും വയറിൻ്റെ പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും, ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും. ജീവിത പ്രശ്നത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. എന്താണ്? സിനി, പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട്. സിനിയുടെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അച്ചിട്ടവർ ചെയ്യും. സിനി ഒരു നോൺ ക്രിസ്ത്യനാണ്, ക്രൈസ്തവയല്ല. സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ചാണ്. സിനി എന്താ ചെയ്തിരിക്കണത്? ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കണത് എന്താണെന്ന് അറിയാമോ? കർത്താവേ, എന്താ കർത്താവേ, നിത്യതയിൽ എനിക്ക് ഈശോടൊപ്പം ആകാൻ ഇടയാക്കണമേ. ഒന്ന് ചിന്തിച്ചേ, ഒരു കത്തോലിക്കൻ പോലും വെക്കാത്ത സാധനമാണ്. ഇവിടെ ഒരു പ്രശ്നം, ആരാണ് വിജാതിയർ, ആരാണ് സ്വജാതിയർ നമുക്കറിയത്തില്ല. സിനിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടാൽ മനസ്സിലാകും. ഭർത്താവും ഭാര്യയും കൂടി വന്നാണ് പറയണത്, പത്തനംതിട്ടയെന്ന്. എന്താ പറയുന്നത്? ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ്? കർത്താവേ, നിത്യതയിൽ ഈശോൻ്റെ ഒപ്പം ആകാൻ എന്നെ സഹായിക്കണമേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത്. പ്രോട്ടോക്കോൾ അതാണ്. അതിനാണ് പ്രയോറിറ്റി എന്ന് പറയണത്. ഇതുപോലെ ഒരു പാരഡൈം ഷിഫ്റ്റ്, ഒരു തലമറിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ മുൻഗണനകളെ മുൻഗണനകളെ ദൈവരാജ്യത്തിന്റെ ക്രമപ്രകാരം പുനഃക്രമീകരിക്കുവാൻ എനിക്ക് വിവേചനത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. നാഥാനിയലിനെ കണ്ട കഥ അറിയാമല്ലോ. നാഥാനിയേൽ, പീലിപ്പോസ് നാഥാനിയലിനെ കണ്ടിട്ട് പീലിപ്പോസ് അപ്പോസ്തലൻ നാഥാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാഥാനിയലോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ നാഥാനിയലോട് പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അതെ, നാഥാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയാണ്. തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി. ഇതൊരു അപകട മേഖലയാണ്. നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും. കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും, നിനക്കുടമ്പടി പറ്റത്തില്ലെന്ന് പറയും. നിഷ്കപടനാണെങ്കിൽ അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും. നാഥാനിൽ അടുത്ത് വന്നപ്പോൾ എന്താ പറയണത്? ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രയേലിയൻ. അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട്. യഥാർത്ഥ ഇസ്രയേൽക്കാരുമുണ്ട്, അയാഥാർത്ഥ്യമായ ആൾക്കാരുമുണ്ട്. അപ്പോഴേ നാഥാനിയൽ ഈശോയോട് ചോദിക്കും, റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട്. എന്താണ് പറയണത്? നീ അത്തിവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു. അപ്പോൾ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടുവെന്നാണ്. ഇത് ചുമ്മാ കളിയല്ല. നീ വിശ്വാസത്തിലൂടെ ഇപ്പം ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനി ആയാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളിൽ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരെയും മുഖേനയല്ല, പീലിപ്പോസ് മുഖേനയല്ല, ഞാനെന്താണ്, ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും. അത് ഭയങ്കര വിളിയല്ലേ? കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത്. കർത്താവ് അത് അംഗീകരിക്കണില്ല. ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ്, നീ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസനം പത്രം കണ്ടതെന്നാണ് പറയണത്. മനസ്സിലായോ? സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത്. ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടും എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായതുകൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത്. വിഷയം മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത്? ദൈവമാണ്. അതാണ് യോഹന്നാൻ പറയണത്, പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ.
ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന സ്നേഹരാജൻ യേശുവേ. അച്ചുള്ള 1 യോഹന്നാൻ 4:19. 1 യോഹന്നാൻ 4:19. ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. പറഞ്ഞേ, ആദ്യം ആദ്യം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. അതിനാൽ അതിനാൽ നാമും അവിടുത്തെ സ്നേഹിക്കുന്നു. ക്ലിയർ അല്ലേ? ആദ്യം നീ കൃപാസനം പത്രമല്ല കണ്ടത്, ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത്, ആദ്യം നിൻ്റെ അമ്മയോ ആൻറ്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല. ആദ്യം ചെയ്തത് നിങ്ങൾ ആരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാരാരുമല്ല, പിന്നെ ആരാണ്? കർത്താവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു, വിളിച്ചിരിക്കുന്നു, വിശുദ്ധീകരിച്ചിരിക്കുന്നു, ശക്തീകരിച്ചിരിക്കുന്നു, കൈ സാക്ഷിയാക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ പെരുവെള്ളത്തിൽ ഇരച്ചു പോലെ, കടലിരമ്പും പോലെ ഒരുമിച്ചെല്ലാവരും ആരാധന. ഇതിനോട് ചേർന്ന് പോകുന്ന വചനമാണ് യോഹന്നാൻ 1:50. യോഹന്നാൻ 1:50. യേശു പറഞ്ഞു അത്തിമരത്തിന്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. മനുഷ്യന്റെ ഒരു പ്രകൃതം കണ്ടില്ലേ? ഇതാണ്. അതായത് ഈ മനുഷ്യൻ, ഈ നാഥാനിയൽ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ, അതാണ് യോഹന്നാൻ 1:50. അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? അങ്ങനെ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത്. മനസ്സിലായില്ല? പ്രോട്ടോക്കോളല്ല, അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത്. നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങൾ പറയുമല്ല ഉടമ്പടി ഞാൻ ചെയ്യാം, എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ. ഇതാണ് പ്രശ്നം. പല ആൾക്കാരും പണി മേടിക്കണം അങ്ങനെയാണ്. അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ, ഞാൻ ഉപവസിക്കാവേ, ഞാൻ രോഗിയെ പോയി കാണാവേ, ഞാൻ ആശുപത്രി പോകാവേ എന്ന് എന്താണ്? എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ. ജപ്തി നടപടിക്കാരൻ ഇപ്പോഴേ എന്നെ തന്തക്ക് വിളിക്കുകയാണല്ലോ, അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ, ഇതിനാണ് ദുഷ്ടൻ, മടിയൻ, ഹിപ്പോക്രാറ്റ്സ്, അവിശ്വസ്തൻ എന്നൊക്കെ പറയണത്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും. കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തൻ പറഞ്ഞില്ലേ? ആരാണ്? പിശാച്. അതാ പ്രശ്നം. ഉടമ്പടി എടുത്തതിൽ 50% പിശാചുകളുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്ന് പറയണത്. ഇപ്പം ഈശോ എന്നാ പറയണത്? നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത്. എന്നിട്ട് പറയും ഇനി കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വരട്ടെ. നീ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് കാണാത്ത കാര്യങ്ങൾ, കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോണത്. വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ്? കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ്. കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിനെ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ്. ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ്?
സുവിശേഷമാണ്. ആ സുവിശേഷം നീ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അനുതപിക്കണം. അതുകൊണ്ട് മർക്കോസ് 1:15 പറയണത് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ്? ഒത്തിരി മേഖലകൾ അനുതപിക്കാം, പക്ഷെ ബേസിക്കായിട്ട് എന്താണ്? സ്വജാതീയ വിജാതീയ മാറ്റമാണ് ശരിക്കും അനുതാപം. എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജഡീയ കാര്യങ്ങളെ നീ 2ാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി. ഇതൊരു നിലപാടാണ്. അനുതാപം എന്ന് പറയണത് കുറച്ച് മോങ്ങിക്കറിഞ്ഞ് കുമ്പസാരിച്ചിട്ട് പാപക്ഷമ മേടിക്കണം മാത്രമല്ല, അതൊരു ജീവിത നിലപാടാണ്. എന്ന് നീ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി. നിനക്ക് 2ാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി. ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ രാജ്യത്തിൻ്റെ സന്തതികളാണ്. ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ 1ാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വർഗരാജ്യത്തിൻ്റെ സന്തതിയാണ്. ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് 1ാം സ്ഥാനം കൊടുത്താൽ, നിയോഗങ്ങൾക്ക് 2ാം സ്ഥാനവും നിബന്ധനകൾക്ക് 1ാം സ്ഥാനവും കൊടുത്താൽ നീ അനുതപിച്ചിരിക്കുന്ന അർത്ഥം. അതാണ് നീ സുവിശേഷത്തെ വിശ്വസിച്ചിരിക്കണമെന്ന അർത്ഥം. മനസ്സിലായില്ലേ? അതാണ് മർക്കോസിൻ്റെ 1:15. ഇനി നീ ഇതുപോലെ നിൻ്റെ ഉപരി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള ജീവിത പുനഃക്രമീകരണക്കും നീ 1ാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. 16:15 മർക്കോസ്. എന്താണ്? നിങ്ങൾ ലോകം മുഴുവനും പോകണം. എന്ത് ചെയ്യണം? എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം. മനസ്സിലായില്ലേ? സുവിശേഷം സ്വീകരിച്ചാൽ മാത്രം പോരാ. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട സുവിശേഷമാണ്. കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ്. അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസ് അവസാനിപ്പിക്കുന്ന 16:15 എന്താ പറയണത്? ലോകം മുഴുവൻ പോവുക, സുവിശേഷം കൈമാറുക. എന്ന് വെച്ചാൽ ബൈബിളിലെ വിജാതിയർക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗലോസ് പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും. സുവിശേഷത്തിന് കൃപ എന്നൊരർത്ഥമുണ്ട്. നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ, മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ്. ദാറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ. എന്തിന് ഞാൻ ഉടമ്പടി എടുക്കണം നിന്നോട് നീ ഉടമ്പടി എടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരമുള്ളൂ കൃപയുടെ കൈമാറ്റത്തിന്. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അതായത് ഫിലിപ്പിയർ 3:20 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പി 3:20 ഭൗമികമായത് മാത്രം എന്ന് പറഞ്ഞേ. ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു. എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പൊ 2 പൗരത്വമുണ്ട്. മനസ്സിലായില്ലേ? പൗരത്വം എ ഗ്രേഡ് ഉണ്ട്, പൗരത്വം ബി ഗ്രേഡ് ഉണ്ട്. ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന പ്രശ്നം. അതായത് നിൻ്റെ കാര്യം, നിൻ്റെ വീട്, നിൻ്റെ വയറ്, നിൻ്റെ വീട്ടുകാരൻ, നിൻ്റെ നാട്ടുകാരൻ, നിൻ്റെ സ്വന്തം, നിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ്, ഭൗമിക പൗരത്വമാണ്. ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല. നീ നിൻ്റെ ജീവിതത്തെ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അത് മീൻസ് 2ാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത്. 2ാം പൗരത്വം. 1ാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസിയുടെ 1ാം പൗരത്വം എന്താണ്? ഫിലിപ്പിയർ 3:20. അതെന്താണ്? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പം നമ്മൾ ക്ഷമിക്കും, സഹിക്കും, അതുപോലെ തന്നെ വിട്ടുകൊടുക്കും, വേണ്ട കളയെന്ന് വെക്കും, കളപ്പോട്ട് എന്ന് പറയും. ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല. എന്താ കാര്യം? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം. എന്താണ്? നിത്യത ഉന്നം വെച്ചുകൊണ്ട് മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ
ടൈം ഷോർട്ടറിങ് നടക്കും, നോട്ട് ബൈ മെറിറ്റ് നടക്കും, പ്രസൻസ് ഉണ്ടാകും. കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നടക്കണത്? ഒരാവശ്യമില്ല. പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെയാക്കും. ഉടമ്പടി ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഓരോ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിലെ ഉടമ്പടി എടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു, അർഹരാകുന്നു. ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നൽകണമേ. എല്ലാവരും എഴുന്നേൽക്കുക. ആരാധന ആരാധന. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി യേശുവേ ആരാധന. ഹല്ലേലൂയ നമുക്ക് അഭിഷേകം കിട്ടുന്ന ഒരു ദിവ്യകാരുണ്യ ഗാനം ആരംഭിക്കാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് സന്തോഷത്തോടെ തിരുവത്താഴമേശയിൽ സമ്മാനം, തിരുവത്താഴമേശയിൽ സമ്മാനം. ഓ ദിവ്യമാ ശ്രീഹരേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യമാ ശ്രീഹരേ, ഓ ദിവ്യകാരുണ്യമേ. തിരുവത്താഴമേശയിൽ സമ്മാനം, തിരുവത്താഴമേശയിൽ സമ്മാനമേ. ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടും മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. പാടുക. ആരാധന മാലാഖമാരും ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവരേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവരേ. എന്റെ സ്നേഹിതനാകും സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകും
മാലാഖമാർ ജീവന്റെ തിരുഭോജനേ ആരാധന മാലാഖമാർ ജീവന്റെ തിരുഭോജനേ ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഇരുപത്താഴം തിരുവത്താഴം മേശയിൽ സംവാദം, തിരുവത്താഴം മേശയിൽ സംവാദം, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് വളരെ പ്രസാദിച്ച് നിൽക്കുന്ന ദൈവിക നിമിഷമാണ്. നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം. അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം. നമുക്ക് യേശുക്രിസ്തുവിന് നൽകിയവൻ അവനോടുകൂടി സമസ്തവും നമുക്ക് നൽകിയില്ലേ എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കർത്താവെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ, ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. എങ്കിലും കർത്താവെ, നിനക്ക് വേണ്ടി ജീവിക്കാൻ നിൻ്റെ കൈയും കാലുമായി എൻ്റെ കൈയും കാലുകളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശേഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, കൃപയ്ക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ കൈമാറ്റ പോരാളികളാക്കി ഞങ്ങളെ ആരാധനയുടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ, നാഥാവരേണമേ, എന്നിൽ നിറയണമേ, നാഥാവരേണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കേണ്ട സമയമാണ്. അനുഗ്രഹം സ്വീകരിക്കേണ്ട സമയമാണ്. അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, മോശയെപ്പോലെ ഞാൻ കൈയുയർത്തുന്ന കർത്താവേ, അങ്ങയുടെ അവകാശവും ഓഹരിയുമായ തിരുസഭയോടും കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപദങ്ങളോടും നിന്റെ കുരിശിലെ കാരുണ്യത്താൽ തിരുരത്വത്തിൻ്റെ അഭിഷേകം നൽകിക്കൊണ്ട് ഈ കർത്താവ് അടിപ്പെടുന്ന പോലെ വൈദ്യാഘാതം പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. ശ്രുതികട്ടെ. ആരാധന, ഓപ്പറേഷന് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ അവരിവിടെ ഇല്ല, അവരുടെ ബന്ധുക്കളാണ് ഉള്ളതെങ്കിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ എൻ്റെ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിൻ്റെ കൈകളായി രൂപാന്തരപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, ഓപ്പറേഷൻ ചെയ്യുന്ന എല്ലാവരും തിയേറ്ററുകളിലെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവുകയും അമ്മ തന്നെ അത് നിർവഹിക്കുകയും പൂർണ്ണമായി സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഓപ്പറേഷൻ പോലും വേണ്ടാതെ സുഖപ്പെടുത്തുന്ന ദൈവമേ, ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ജീവന്റെ ആരാധന, ആരാധമാർ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉദരത്തെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കട്ടെ. ഊടിന് താഴെയും മുകളിലും കുടലിന്, വൻകുടലിനും ചെറുകുടലിനും വീക്കമുള്ളവരെ, സിസ്റ്റുള്ളവരെ, മൂത്രാശയത്തിൽ കല്ലുള്ളവരെ, പിസോടിക്കാരെ, അതുപോലെ ആർഎസ്എസ് രോഗികൾ എല്ലാവരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്വാസകോശ രോഗികളെ നെഞ്ച് കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാലം വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗം പറ്റുന്നവരെ ശിരസിൽ കവിച്ച് പ്രാർത്ഥിക്കട്ടെ.
അതിശക്തമായി സ്തുതിക്കട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥ യേശുവിൻ്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. കർത്താവിന് സത്യവെക്കട്ടെ. ഈശോ അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ആരാധന ശക്തിയാൽ എല്ലാവരും കർത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ജീവന്റെ തിരുഭോജിനേ ജീവന്റെ തിരുഭോജിനേ. അരക്കെട്ടിന് നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്, സൂക്ഷിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക് വശം കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം. സ്പോണ്ടിലോസിസ് രോഗികളെ, സ്പൈനൽ കോഡിന് അസുഖമുള്ളവരെ പിൻകരുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ പിൻകരുത്തി രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ജീവിത പ്രശ്നങ്ങളാണ്. ജപ്തി നടപടികള്, സ്ഥലം വിൽക്കാത്തവര്, വിൽക്കാൻ പറ്റാതിരിക്കുന്നവര്, പരീക്ഷ എഴുതിയിട്ട് റിസൾട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ, പരീക്ഷ എഴുതാൻ പോകുന്നവരെ, മക്കൾ ഇല്ലാത്തവരെ, പ്രഗ്നൻസിയിലെ തകരാറുകളുള്ളവരെ, ഗർഭസ്ഥ ശിശുവിന് തകരാറുണ്ടെന്ന് സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ, മക്കൾ ദുർനടപ്പിലായിരിക്കുന്നവരെ, തെറ്റായ പ്രണയത്തിൽ അകപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ, കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സാമ്പത്തിക വരുമാനമില്ലാത്തവർ, വരുമാന മാർഗങ്ങൾ അടഞ്ഞുപോയവർ, കടകമ്പോളങ്ങളും വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവർ, നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ, പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവർ, കേസിലും കള്ളക്കേസിലും ഒക്കെ അകപ്പെട്ടവർ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവരെല്ലാം വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജോലി ചെയ്യാൻ പറ്റാത്തവർ, ജോലി ഇല്ലാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലിക്ക് വിളിക്കുമ്പോൾ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ തടസ്സങ്ങളുള്ളവർ, ഭയമുള്ളവർ, സാമ്പത്തികമായി നിവൃത്തിയില്ലാത്തത് കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ, എല്ലാം കൊണ്ട് വഴിമുട്ടി ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവർ, എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ്. കൈ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യത, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇവിടെ നടന്ന 10,000 ഉടമ്പടിയുടെ ശക്തിയാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലാഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളെയും അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു ക്രിസ്തു നാമത്തിൽ മാരക തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, മറ തടസ്സങ്ങൾ, ദുരിതങ്ങൾ, ജീവിത തകർച്ചകൾ യേശു ക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കണ്ണ് തുറന്ന് ദിവ്യകാരുണ്യത്തോട് അമ്മയുടെ മധ്യസ്ഥത്തിൽ അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂചിപ്പിക്കുക. അച്ഛൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക. ഓൺലൈനിലുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.